ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലേ? മാഷാ ഞാനും സുഖമായിട്ടിരിക്കുന്നു അൽഹംദുലില്ലാ. അപ്പം കുറച്ച് യാത്രയുണ്ടെന്ന് പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസത്തെ യാത്രയുടെ ബാക്കി തിരിച്ചു വരുന്ന ദിവസത്തെ വീഡിയോ ആണ്. ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് പോയതെങ്കിലും അതെല്ലാം ഒറ്റയടിക്ക് കട്ടാക്കിയിട്ടാണ് തിരിച്ചു വരവ് കേട്ടോ. അപ്പം രാവിലെ തമിഴ്നാട്ടിൽ പോയാലുള്ള അവസ്ഥ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെയാണ്. അങ്ങനെ തപ്പി നടന്ന് രാവിലെ ഒരു മലയാളി ഹോട്ടൽ കണ്ടുപിടിച്ചപ്പോൾ നമ്മളെ നാടൻ പുട്ടും കടലക്കറിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിനേക്കാളും വെല്ലുന്ന മസാല ദോശ. പിന്നെ അവരുടെ തൊടുകറികളൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അതുമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് കയറി വരുമ്പോഴത്തേക്കും കൊണ്ട് ചെറുമക്കളെയും കൊണ്ട് വല്യാപ്പായും വല്യമ്മായും കളി സാധനങ്ങൾ നിരത്തി പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ അവിടെ കണ്ടൊരു കുഞ്ഞിന് ഉടുപ്പ്, എൻ്റെ മോൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ ഉടുപ്പ്. അപ്പോൾ അവർക്ക് പൈസ കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ആ കുഞ്ഞിനുള്ള ഉടുപ്പും വാങ്ങിച്ചു കൊടുത്ത് തിരിച്ച് റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം തന്നെ ഇതൊക്കെയാണ്. മറ്റുള്ള ഫുഡ് കഴിക്കുന്നതിനേക്കാളും കാര്യം ആ 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നപ്പോൾ ചോളം പുഴുങ്ങിയത്, കപ്പലണ്ടി പുഴുങ്ങിയത്, അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് കോൺ നമ്മുടെ കപ്പക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന്. അപ്പോൾ അത് വാങ്ങിച്ച് അതാവുമ്പോഴത്തേക്കും വലിയ വയറിന് കേടുമില്ല എന്ന് വിചാരിച്ച് വാങ്ങിച്ച് തിന്നെങ്കിലും വയറിന് പണി കിട്ടിയിട്ടാ. അപ്പം നമ്മൾ അന്നദാനത്തിന് വേണ്ടിയാണ് അവിടെ പോയിരുന്നത്. അപ്പോൾ അതും ആ ഒരു കാര്യങ്ങളും പെട്ടെന്ന് കഴിച്ച് ഞങ്ങൾക്കുള്ള ഭക്ഷണവും അതിനോടൊപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചോറ് വെപ്പിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം അതിൻ്റോടൊപ്പം നമുക്കുള്ള ഭക്ഷണവും കൂടി അതിൻ്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുക്കർ മന്തിയൊക്കെ പോലെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പതിയെ അങ്ങ് വിട്ടു പോകാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അങ്ങനെ റൂമിൽ തന്നെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു, ചെറുതിനുമൊക്കെ കൊടുത്തു. ഒരല്പം സലാമത്താക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നിന്ന മധുരക്കിഴങ്ങിന് എനിക്ക് ഗ്യാസ് കയറി വരുന്ന വഴി നല്ല വാളുവെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യം പെട്ടെന്നുള്ള യാത്രയിൽ ആയപ്പോഴത്തേക്കും നല്ല പോലെ കയറ്റം ഇറക്കുകയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പോലെ തലക്ക് പണി കിട്ടി. അങ്ങനെ ഛർദ്ദിക്കാത്ത ഞാൻ നല്ല രീതിയിൽ വാളൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഡയറ്റ് തുടങ്ങാൻ സമയമായി വരുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ ആരൊക്കെ എന്നോടൊപ്പം അടുത്ത നെക്സ്റ്റ് ചലഞ്ചിന്, അപ്പം ഞാൻ പതിയെ പതിയെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചായ കുടിച്ചപ്പോഴത്തേക്കും ഞാൻ പോയി ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചു കുടിച്ച് ഒരു പഴവും വാങ്ങിച്ചു തന്നു കേട്ടോ. അവരെല്ലാവരും എണ്ണക്കടിയൊക്കെ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. പിന്നെ വരുന്ന വഴി കുറച്ച് ഫ്രൂട്ട്സൊക്കെ കയറി നമ്മുടെ ഇവിടെ ആകുമ്പോഴത്തേക്കും നല്ല വിലക്കുറവായിരിക്കുമല്ലോ എന്ന് കരുതി കയറിയെങ്കിലും നമ്മുടെ നാട്ടിലേക്കാളും വില നമ്മളെ കണ്ടപ്പോഴത്തേക്കും കേരള വണ്ടി കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇവരങ്ങനെയാണല്ലോ. അങ്ങനെ നല്ല വിലയിൽ കുറച്ച് സാധനമൊക്കെ എന്നാലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ വാങ്ങിച്ച് പിന്നെ രാത്രി ഫുഡും കഴിയുമ്പോൾ രാത്രി മന്തിയാണ് കേട്ടോ കഴിച്ചത്. അല്പം മന്തി റൈസും ചിക്കനും ആയിരുന്നു. അപ്പം നെക്സ്റ്റ് ചലഞ്ചിൻ്റെ കാര്യം മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത ഉടനെ തന്നെ നമുക്ക് അടുത്ത എത്ര ദിവസം വേണമെന്ന് കൂടി കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പതിയെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്, ഒരു മടി പിടിക്കേണ്ട എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇനി ആരൊക്കെയാണ് ഇനി അടുത്ത ചലഞ്ചിന് എന്നോടൊപ്പം കൂടുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതൊക്കെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ, സീ യു.